എന്തെങ്കിലും ഫോറിൻ സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയുമായിട്ട് കോൺടാക്ട് വരുന്ന സമയത്ത് നമ്മൾ ബോഡി പ്രകടമാക്കുന്ന ചില എക്സാഗ്രേറ്റഡ് റിയാക്ഷൻസ്, അതായത് ചില ഓവർ റിയാക്ഷൻസിനെയാണ് നമ്മൾ അലർജി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അലർജി പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് വരുന്നത്. ചിലർക്ക് പാരമ്പര്യമായിട്ട് വരും, ചിലർക്ക് പെട്ടെന്ന് ജസ്റ്റ് ചില വസ്തുക്കളോട് മാത്രം. അത് പാരമ്പര്യമായിട്ടല്ല, അടുത്തൊരാൾക്ക് കിട്ടണമെന്ന് നിർബന്ധവുമില്ല. പിന്നെ ഇത് പല ആളുകളിലും പല തരത്തിലായിരിക്കും അലർജി കാണിക്കുന്നത്. ചില ആൾക്കാർക്ക് പോളൻ ഗ്രെയിൻസ് ആയിരിക്കും, മറ്റു ചിലർക്ക് ചില ഡ്രഗ്സ് ആയിരിക്കും, ചിലർക്ക് ചില ഫുഡായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും ക്ലോത്ത്സോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോൾ നമ്മളോട് ഡോക്ടേഴ്സ് ചോദിക്കാറില്ലേ, എന്തെങ്കിലും അലർജി റിയാക്ഷൻസ് കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ഈ മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യമാണെങ്കിൽ പറയണം എന്നൊക്കെ പറയില്ലേ. അതൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. ഈ അലർജി കാരണമായ വസ്തുക്കളെ നമ്മൾ അലർജൻസ് എന്നാണ് പറയുന്നത്. ഇതിന് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ചില ആളുകളിൽ പെട്ടെന്ന് മാറും, അത് വലിയ കുഴപ്പമില്ല, നമ്മൾ ആ വസ്തുക്കളുമായിട്ടുള്ള കോൺടാക്ട് നിർത്തിയാൽ മതി. മറ്റു ചിലരെന്ന് വെച്ചാൽ ഇത് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. അതായത് ചില ആൾക്കാർക്ക് ചില ഗന്ധങ്ങളൊക്കെ അടിച്ചാൽ, ചില വസ്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടല്, മേത്ത് മുഴുവൻ ചുറുങ്ങി തടിച്ച് വല്ലാതെ വരിക, തൊലിയൊക്കെ പോവുക, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ കാണും. അതിന് വേണ്ടിയുള്ള ആന്റിബോഡീസും ആന്റിബയോട്ടിക്സ് ഒക്കെ എടുക്കേണ്ടതാണ്. പിന്നെ ഇതിന് വെച്ചാൽ മറ്റൊരു പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ, ഈ അലർജിക്ക് വരുന്ന കാരണത്തിൽ മറ്റൊരു പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ, രണ്ട് തരത്തിലാണ് ഈ അലർജിക് റിയാക്ഷൻസ് പുറത്തേക്ക് കാണിക്കുന്നത്. ചില ആളുകളിൽ അല്ലെങ്കിൽ ചില കേസുകളിൽ നമ്മൾ ഒരു വസ്തുവുമായിട്ട് കോൺടാക്ട് വന്നു, അപ്പോൾ പെട്ടെന്ന് റിയാക്ഷൻ കാണിക്കും. പെട്ടെന്ന് ചൊറിഞ്ഞ് തടിക്കുക, നമ്മൾ ഈ പുഴിയൊക്കെ തൊട്ട് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ചൊറിഞ്ഞ് തടിക്കുകയൊക്കെ വരികയല്ലേ, അതുപോലെ പെട്ടെന്നുള്ള റിയാക്ഷൻസ്. മറ്റ് ചിലതെന്ന് പറഞ്ഞാൽ കോൺടാക്ട് വന്നിട്ട് ചിലപ്പോൾ 12 മണിക്കൂറോ ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും, 24 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഈ റിയാക്ഷൻസ് കാണിക്കുന്നത്.